വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിന്റെ തെക്കൻ തീരത്ത് കനത്ത കാറ്റിന് സാധ്യത. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റേതാണ് മുന്നറിയിപ്പ്. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 50 കിലോമീറ്റർ ആകുമെന്നും മത്സ്യത്തൊഴിലാളികൾ അടുത്ത 36 മണിക്കൂറിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നുമാണ് മുന്നറിയിപ്പ്. കന്യാകുമാരി, ലക്ഷദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയ മേഖലകളിലുള്ളവർക്കും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രീലങ്ക തമിഴ്നാട് തീരത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദം ഞായറാഴ്ച ശക്തിയാർജിച്ച് പടിഞ്ഞാറേക്ക് നീങ്ങുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. മത്സ്യത്തൊഴിലാളികളും ബന്ധപ്പെട്ട വകുപ്പുകളും ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയിച്ചു. രാജ്യത്തെ ഞെട്ടിച്ച് വീണ്ടും കൽക്കരി കുംഭകോണം. ഗൗതം അദാനിയുടെ അദാനി ഗ്രൂപ്പ് കോടിക്കണക്കിന് രൂപ കൽക്കരി കുംഭകോണത്തിലൂടെ അനധികൃതമായി സമ്പാദിച്ചെന്ന് കണക്കുകൾ. ഇതിനായി മോദി സർക്കാർ അദാനി ഗ്രൂപ്പിനെ സഹായിച്ചെന്ന് വ്യക്തമാക്കുന്ന രേഖകളും പുറത്തുവന്നു. ജഡ്ജി ലോയിയുടെ ദുരൂഹ മരണം പുറത്തു കൊണ്ടുവന്ന കാരവാൻ മാഗസീനാണ് അദാനി ഗ്രൂപ്പ് നടത്തിയ കൽക്കരി കുംഭകോണത്തിന്റെ രേഖകളും പുറത്തുവിട്ടത്. സ്വകാര്യ കമ്പനികൾക്ക് കൽക്കരി ഖനനത്തിനുള്ള ലൈസൻസ് നൽകുന്നത് 2014 സുപ്രീം കോടതി പൂർണ്ണമായും റദ്ദാക്കിയിരുന്നു. എന്നാൽ അതിനുശേഷവും അദാനി ഗ്രൂപ്പിന് മാത്രം ഈ രംഗത്ത് പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാർ അനുവാദം നൽകിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധി വന്നതിനു ശേഷം രാജസ്ഥാൻ സർക്കാരിന്റെ കീഴിലുള്ള രാജസ്ഥാൻ രാജ്യ വിദ്യുത് ഉൽപാദൻ നിഗം എന്ന കമ്പനിയും അദാനി എന്റർപ്രൈസസും തമ്മിലുള്ള വാണിജ്യ ബന്ധം അവസാനിപ്പിക്കാൻ BJP ഗവൺമെന്റ് തയ്യാറായില്ല. 2007 ഛത്തീസ്ഗഡിൽ നിലവിൽ വന്ന പാഴ്സ ഈസ്റ്റ്, കാന്താബസാൻ തുടങ്ങി എന്നീ സംയുക്തങ്ങൾ സംരംഭങ്ങൾ 2014 നിയമം മറികടക്കുന്നുണ്ടെന്ന് കമ്പനി രേഖകളിൽ നിന്നും വ്യക്തം. എന്നാൽ നിയമം പാലിക്കാത്തവർക്കെതിരെ രാജസ്ഥാൻ സർക്കാരോ ഛത്തീസ്ഗഡ് സർക്കാരോ ഒരു തുടർ നടപടികളും സ്വീകരിക്കുന്നില്ല. ഈ രണ്ടു സർക്കാരുകൾക്കും കൂട്ടുനിൽക്കുന്ന നിലപാടുമായാണ് കേന്ദ്ര സർക്കാർ നിലകൊള്ളുന്നത്. ഈ ഖനനത്തിലൂടെ അദാനി ഗ്രൂപ്പ് നിയമവിരുദ്ധമായി കോടികൾ സമ്പാദിച്ചുവെന്ന് കാരവാൻ മാഗസിൻ പുറത്തുകൊണ്ടുവന്ന കണക്കുകൾ പറയുന്നു. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ 2011 വരെ കൈമാറിയ 218 കൽക്കരി ബ്ലോക്കുകളിൽ നിയമവിരുദ്ധവും ഏകപക്ഷീയമായ നടപടികളുണ്ടായെന്ന് സുപ്രീം കോടതി 2014 കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് സ്വകാര്യ കമ്പനികളെ ഒഴിവാക്കുന്നതടക്കമുള്ള കർശന ചട്ടങ്ങളോടെ വിധിയുണ്ടായത്. എന്നാൽ അദാനിക്കായി ഈ സുപ്രീം കോടതി ഉത്തരവ് കേന്ദ്ര സർക്കാർ കാറ്റിൽ പറത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരള നിയമസഭ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ നിയമസഭയാകും. ഇതിന്റെ വിശദമായ പദ്ധതി രേഖ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി ആനന്ദ് കുമാറിന് സമർപ്പിച്ചു. പദ്ധതിക്ക് ഉടൻ ധനകാര്യ അനുമതി നൽകുമെന്ന് കേന്ദ്രമന്ത്രി സ്പീക്കർക്ക് ഉറപ്പ് നൽകിയെന്നും സ്പീക്കർ അറിയിച്ചു. ഡിജിറ്റൽ നിയമസഭാ പദ്ധതി സംബന്ധിച്ച് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ കേന്ദ്ര സർക്കാരുമായി നേരത്തെ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കി സമർപ്പിച്ചത്. ഒരു തുണ്ട് കടലാസ് പോലും ആവശ്യമില്ലാത്ത വിധം നിയമസഭാ സാമാജികരുടെയും നിയമസഭയുടെ പ്രിന്റിംഗ് പ്രവർത്തനങ്ങളെയും ഡിജിറ്റലൈസ് ചെയ്ത് ഏകീകരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ആനന്ദ് കുമാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. സമ്പൂർണ്ണ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിച്ചു. അത് അധികം താമസിയാതെ തന്നെ ധനകാര്യ അനുമതി നൽകുന്നതോടുകൂടി കേരള നിയമസഭ പേപ്പർലെസ് അസംബ്ലിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലേക്ക് നീങ്ങാൻ വേണ്ടി നമുക്ക് സാധിക്കും. പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പദ്ധതി നടപ്പാക്കുന്നത് വഴി 25 മുതൽ 40 കോടി രൂപ വരെ ലാഭിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി ഓൺലൈൻ യൂണിവേഴ്സിറ്റി ഓഫ് ഡെമോക്രസി, സ്കൂൾ ഓഫ് ഗവേണൻസ് എന്നീ പദ്ധതികൾ നടപ്പാക്കും. ഇത്തരത്തിൽ രാജ്യത്തെ ഏറ്റവും സമ്പൂർണവും സമഗ്രവുമായി നടപ്പാക്കുന്ന ഡിജിറ്റൽ നിയമസഭാ പദ്ധതിയാകും കേരളത്തിലേത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഭൂമിയിടപാട് കേസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തൽസ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കെ കർദിനാൾ അനുകൂലികളുടെ പ്രാർത്ഥനാ സമ്മേളനം ഇന്ന് കൊച്ചിയിൽ നടക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 3:30 വരെ മറൈൻ ഡ്രൈവിലാണ് സമ്മേളനം. സഭയെയും സഭാധ്യക്ഷനെയും തെരുവിൽ അവഹേളിക്കുന്ന വിഘടിത സംഘത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടിയാണ് പ്രാർത്ഥനാ സമ്മേളനമെന്ന് ഒരു വിഭാഗം വിശ്വാസികൾ അറിയിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുറമെ സിറോ മലബാർ സഭയിലെ കർദിനാളിനെ അനുകൂലിക്കുന്ന മുഴുവൻ വിശ്വാസികളും സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ അവകാശവാദം. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കി ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ 14 കരാറുകൾ ഒപ്പിട്ടു. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും നരേന്ദ്രമോദിയും തമ്മിൽ ദില്ലിയിലാണ് കരാർ ഒപ്പിട്ടത്. ഇന്ന് താജ്മഹൽ സന്ദർശിക്കുന്ന മാക്രോൺ വാരാണസിയും സന്ദർശിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്ന് രാവിലെ മാക്രോണിന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകി. ഇരു രാജ്യങ്ങളും തമ്മിൽ വളരെ മികച്ച ബന്ധമാണുള്ളതെന്നും ഇത് തുടർന്നു കൊണ്ടുപോകാൻ തന്നെയാണ് താല്പര്യമെന്നും രാഷ്ട്രപതി ഭവനിൽ ലഭിച്ച സ്വീകരണത്തിനിടെ ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കി. ഭാര്യ ബ്രിഗറ്റിന് പുറമെ മാക്രോൺ മന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങളും പ്രസിഡന്റിനൊപ്പം ഇന്ത്യയിലെത്തിയിട്ടുണ്ട്.
ഫ്രഞ്ച് സഹായത്തോടെ സ്ഥാപിക്കുന്ന ജിതാപൂർ ആണവ നിലയത്തിനുള്ള കരാർ ഈ സന്ദർശനത്തിൽ ഒപ്പുവെക്കുമെന്നാണ് കരുതപ്പെടുന്നത്. കൂടാതെ ഭീകരവാദം, നിക്ഷേപം എന്നീ വിഷയങ്ങളും ചർച്ചയാവും. ഇന്ത്യയുടെ നാവിക സഹകരണം പ്രതീക്ഷിക്കുന്ന മാക്രോൺ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നിലവിലെ പ്രശ്നങ്ങളും ചർച്ചയിൽ ഉന്നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 50 വർഷത്തോളം ഇരു രാജ്യങ്ങളും സഹകരിച്ചു വരുന്ന ബഹിരാകാശ രംഗത്തും കൂടുതൽ കരാറുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞായറാഴ്ച താജ്മഹൽ സന്ദർശിക്കുന്ന മാക്രോൺ വാരാണസിയും സന്ദർശിക്കും. പ്രധാനമന്ത്രിക്കൊപ്പം ഏറെ നേരം മാക്രോൺ ചിലവഴിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഓഫീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. രമയുടെ പാർട്ടി മാത്രമായി മാറിയ RMPയെ കോൺഗ്രസ് കൂടാരത്തിൽ അടയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കോൺഗ്രസ് BJP വിരുദ്ധ രാഷ്ട്രീയമാണ് ചന്ദ്രശേഖരൻ മുന്നോട്ട് വെച്ചത്. അദ്ദേഹം CPIM തകരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലെന്നും ഓർക്കാട്ടേരിയിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ കോടിയേരി പറഞ്ഞു. RMP അക്രമങ്ങൾക്കും നുണപ്രചാരണങ്ങൾക്കുമെതിരെ ഓർക്കാട്ടേരിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. CPIM നേതൃത്വത്തിൽ ഓർക്കാട്ടേരി ടൗണിൽ 100 കണക്കിന് പേർ പങ്കെടുത്ത പ്രകടനം നടന്നു. പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസക്തി നഷ്ടമായ RMP പിരിച്ചുവിടണമെന്ന് കോടിയേരി പറഞ്ഞു. അനുകൂല രാഷ്ട്രീയ സാഹചര്യത്തിൽ CPIM-മായി അടുക്കണമെന്ന നിലപാടായിരുന്നു ചന്ദ്രശേഖരന്റേതെന്നും കോടിയേരി അഭിപ്രായപ്പെട്ടു. ചന്ദ്രശേഖരൻ കോൺഗ്രസിനെതിരായിരുന്നു, ചന്ദ്രശേഖരൻ BJP-ക്കെതിരായിരുന്നു. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ CPM-മായി അടുക്കാൻ കഴിയുന്നൊരു അവസരം വരുമ്പോൾ അടുക്കണമെന്നൊരു ചിന്തയിലായിരുന്നു ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നത്. ഒരിക്കലും CPM നശിച്ചു കാണണം എന്ന നിലയായിരുന്നില്ല ചന്ദ്രശേഖരൻ സ്വീകരിച്ചത്. ചന്ദ്രശേഖരൻ ഉണ്ടാക്കിയ പാർട്ടി RMP ഇപ്പൊ രമയുടെ മാത്രം പാർട്ടിയായിട്ട് മാറി. അവരിപ്പോ ശ്രമിക്കുന്നത് ഈ പാർട്ടിയെ കോൺഗ്രസിന്റെ കൂടാരത്തിൽ കൊണ്ടുപോയി അടക്കാനാണ്. RMPയുടെ സ്പോൺസറും ആദ്യ സംഘാടകനുമാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച പാറക്കൽ അബ്ദുള്ളയെന്നും കോടിയേരി പറഞ്ഞു. RMP വിട്ടെത്തിയ മഹിളാ നേതാവ് ശൈലജ അടക്കമുള്ള പ്രവർത്തകരെ ജില്ലാ സെക്രട്ടറി M. മോഹനൻ ഹാരമിട്ട് സ്വീകരിച്ചു. P. സതീദേവി, ഉഞ്ചിയം ഏരിയ സെക്രട്ടറി TP വിനീഷ് എന്നിവരും സംസാരിച്ചു. ചടങ്ങിൽ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ നക്ഷത്രയ്ക്ക് കോടിയേരി ഉപഹാരം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വീരേന്ദ്രകുമാറിന്റെ രാജ്യസഭാ സീറ്റ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിനുള്ള അംഗീകാരമെന്ന് കോടിയേരി. സംഘപരിവാറിനെതിരെ ശരിയായ നിലപാട് സ്വീകരിച്ചയാളാണ് വീരേന്ദ്രകുമാറെന്നും കോടിയേരി ഓർക്കാട്ടേരിയിൽ പറഞ്ഞു. UDF നൽകിയിട്ടുള്ള പാർലമെന്ററി സ്ഥാനം, MP സ്ഥാനം അത് അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തിന്റെ പാർട്ടി നിതീഷ് കുമാർ BJP-യുടെ കൂടെ ചേർന്നതോടുകൂടി ആ പാർട്ടിയുമായുള്ള ബന്ധവും അദ്ദേഹം വിച്ഛേദിച്ചു. ശരിയായ ഒരു രാഷ്ട്രീയ നിലപാടാണ് വീരേന്ദ്രകുമാർ ഈ പ്രശ്നത്തിൽ സ്വീകരിച്ചത്. അദ്ദേഹം സ്വീകരിച്ച ശരിയായ രാഷ്ട്രീയ നിലപാടിന് അതിനൊരു അംഗീകാരം കൊടുക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് CPIM-ഉം ഇടതുപക്ഷ മുന്നണിയും ഇന്നലെ ചർച്ചയിൽ തീരുമാനിച്ചു. ആ ഒഴിവ് വരുന്ന സീറ്റിൽ MP വീരേന്ദ്രകുമാറിനെ തന്നെ മത്സരിപ്പിക്കണം എന്നാണ് ഇന്നലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടുള്ള തീരുമാനം. വിപുലമായ ജനപങ്കാളിത്തത്തോടെ വികസന പദ്ധതികൾ നടപ്പാക്കുകയാണ് LDF സർക്കാർ പിന്തുടരുന്ന രീതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹരിത കേരളം പദ്ധതിയിൽ മാതൃകാപരമായ ഇടപെടലാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതുതായി അനുവദിച്ച പയ്യന്നൂർ താലൂക്കിന്റെ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നാടിൻ്റെ വികസനം സർക്കാരിൻ്റെതായ പ്രവർത്തനങ്ങളിലൂടെ മാത്രം നേടുക എന്നതല്ല സർക്കാർ ഉദ്ദേശിക്കുന്നത്. സർക്കാർ അത്തരം കാര്യങ്ങളിൽ മുൻകൈ എടുക്കേണ്ടി വരും. പക്ഷെ അത് പൂർണ്ണ തോതിലാകണമെങ്കിൽ വിപുലമായ ജനപങ്കാളിത്തമാണ്. ആ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നതിനാണ് സർക്കാർ മുൻതൂക്കം കൊടുക്കുന്നത്. ഇതിലെല്ലാം ജനങ്ങളുടെ പങ്കാളിത്തമാണ് ഏറ്റവും പ്രധാനം. ആരോഗ്യരംഗത്തുള്ള ഇടപെടലായാലും വിദ്യാഭ്യാസ രംഗത്തുള്ള ഇടപെടലായാലും വീടില്ലാത്തവർക്ക്, പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന നിലയായാലും എല്ലാറ്റിലും നാട്ടുകാരുടെ ഇടപെടൽ ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. സർഗാത്മകതയുടെയും നിർഭയത്വത്തിന്റെയും സംയുക്ത രൂപമാണ് മലയാളികളുടെ പ്രിയ കഥാകൃത്ത് T. പത്മനാഭനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘപരിവാർ ശക്തികൾ ബാബറി മസ്ജിദ് തകർത്തപ്പോൾ ശക്തമായി പ്രതികരിച്ച എഴുത്തുകാരനാണ് T. പത്മനാഭനെന്നും പിണറായി വിജയൻ പറഞ്ഞു. ദേശാഭിമാനി പുരസ്കാരം T. പത്മനാഭന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
10 നാൾ നീണ്ടുനിന്ന ദേശാഭിമാനി ടി പത്മനാഭൻ സാംസ്കാരികോത്സവത്തിനാണ് താരസമ്പന്നമായ പുരസ്കാരദാന ചടങ്ങോടുകൂടി തിരശ്ശീല വീണത്. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് രണ്ടാമത് ദേശാഭിമാനി പുരസ്കാരത്തിന് മലയാളത്തിന്റെ പ്രിയ കഥാകൃത്ത് ടി പത്മനാഭനെ തിരഞ്ഞെടുത്തത്. 2 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം ടി പത്മനാഭന് സമ്മാനിച്ചു. ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരുന്നെങ്കിൽ ലോകപ്രശസ്തനായ കഥാകാരനാകുമായിരുന്നു ടി പത്മനാഭനെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർഗാത്മകതയുടെയും നിർഭയത്വത്തിന്റെയും സംയുക്ത രൂപമാണ് ശ്രീ ടി പത്മനാഭൻ. അപൂർവം പേരിലെ ഇത് രണ്ടും ഒരുപോലെ യോജിച്ച് കണ്ടിട്ടുള്ളൂ. സർഗാത്മകത കൊണ്ട് അനുഗ്രഹീതരായിട്ടുള്ളവരുണ്ടാകാം, എന്നാൽ അവരിൽ നിർഭയത്വം ഉണ്ടാകണമെന്നില്ല. നിർഭയത്വമുള്ളവരുണ്ടാവാം, എന്നാൽ അവരിൽ സർഗാത്മകതയുടെ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പുരസ്കാരദാന ചടങ്ങിൽ വെച്ച് ടി പത്മനാഭന്റെ പുതിയ കഥാസമാഹാരം മരയ ദേശാഭിമാനി ജനറൽ മാനേജർ KJ തോമസ് കവി പ്രഭാവർമ്മയ്ക്ക് കൈമാറി പ്രകാശനം ചെയ്തു. പുരസ്കാരദാന ചടങ്ങിന് ശേഷം പ്രമുഖ സിനിമ TV താരങ്ങൾ അണിനിരുന്ന കലാസന്ധ്യയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കൊച്ചിക്ക് പിന്നാലെ തിരുവനന്തപുരത്തും ഷോപ്പിംഗിന് പുത്തൻ അനുഭവം സമ്മാനിച്ച് വമ്പൻ മാൾ. 6.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ വിമാനത്താവളത്തിന് സമീപമാണ് മലബാർ ഗ്രൂപ്പിന്റെ മാൾ ഓഫ് ട്രാവൻകൂർ ഉദ്ഘാടനത്തിനായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസം 23-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കോവളം ബൈപ്പാസിൽ വിമാനത്താവളത്തിന് സമീപമായാണ് തലസ്ഥാന നഗരിക്ക് പുത്തൻ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാൻ മാൾ ഓഫ് ട്രാവൻകൂർ 6 നിലകളിലായി നിർമ്മാണം പൂർത്തിയാകുന്നത്. 6.5 ഏക്കറിൽ 350 കോടി രൂപ ചിലവഴിച്ചാണ് മാൾ ഒരുങ്ങുന്നത്. ഷോപ്പിംഗിനുപരി കുടുംബത്തോടെ ദിവസം മുഴുവൻ ചെലവഴിക്കാൻ കഴിയുന്ന രീതിയിലാണ് മാളിന്റെ നിർമ്മാണം. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്. മോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് മോൾ എക്സ്പീരിയൻസ് ആണ് മോൾ ഓഫ് ട്രാവൻകൂർ. ഏതാണ്ട് 68-67% ഏരിയയും കോമൺ ഏരിയയാണ്. ഒരുപാട് കോമൺ സ്പേസ് ഉണ്ട് പബ്ലിക്കിന് വേണ്ടിക്കൊണ്ടുള്ള. വെർട്ടിക്കൽ ഗ്രീൻ വാൾ ഉണ്ട്. ഒരുപാട് സൗകര്യങ്ങൾ, ആൾക്കാരെ കംഫർട്ടാണ്, പബ്ലിക്കിൻ്റെ കംഫർട്ടാണ്. ഞങ്ങൾ ഷോപ്പിങ്ങിന് വരുന്ന ആൾക്കാരെ കംഫർട്ടും സുഖമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുള്ളത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫുഡ് കോർട്ട്, രാജ്യാന്തര ബ്രാൻഡുകൾക്ക് പുറമെ എല്ലാ വിഭാഗം ആളുകൾക്കും വേണ്ടിയുള്ള സ്റ്റാളുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, 7 മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ തുടങ്ങിയവ മാളിന്റെ പ്രത്യേകതകളാണ്. 150-ലധികം അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ഷോറൂമുകളും മലബാർ ഗ്രൂപ്പിന്റെ ജ്വല്ലറിയും ഇഹം ഡിജിറ്റൽ ഷോറൂമും മാളിൽ സജ്ജീകരിക്കും. 1000 കാറുകൾക്കും 1000 ടൂ വീലറുകൾക്കും ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും മാളിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. 2000 പേർക്ക് നേരിട്ടും അത്രയും തന്നെ പേർക്ക് പരോക്ഷമായും ജോലി നൽകാൻ മാൾ ഓഫ് ട്രാവൻകൂറിന് കഴിയുന്നു എന്നതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. 100-200 രൂപ സ്പെൻഡ് ആക്കുന്ന ആൾക്കാർക്കുള്ള സൗകര്യം ഷോപ്പിംഗ് മോൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെറിയ സാധാരണക്കാരനും ഇടത്തരക്കാരനും ഫോക്കസ് ചെയ്യാൻ മോളിൽ പോകാൻ പറ്റും, എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. അവർ ഹാങ് ഔട്ട് പ്ലേസ് ആവും. ഏറ്റവും ഹൈ എൻഡ് ആൾക്കാർക്കും. കനത്ത സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി 365 നിരീക്ഷണ ക്യാമറകളും മാളിൽ സ്ഥാപിക്കും. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ പർച്ചേസ് ചെയ്യുന്നവർക്കായി 6 കോടി രൂപയുടെ സമ്മാനങ്ങളും കാത്തിരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചി ലുലു മാളിന്റെ 5ാം വാർഷികാഘോഷങ്ങൾ നടൻ കുഞ്ചാക്കോ ബോബൻ ഉദ്ഘാടനം ചെയ്തു. ലുലു ഇന്ത്യ ഡയറക്ടർ MA നിഷാദ്, ലുലു മാൾ ബിസിനസ് ഹെഡ് ഷിബു ഫിലിപ്സ്, കൊമേഴ്ഷ്യൽ മാനേജർ സാദിഖ് കസീം, പ്രൊജക്ട് ഡയറക്ടർ ബാബു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ലുലു മാൾ സന്ദർശിച്ചവരുടെ എണ്ണം 10 കോടിയായെന്നും എല്ലാവരെയും ഞെട്ടിച്ച വിജയമാണ് MA യൂസഫലിയുടെ സംരംഭത്തിൽ ആരംഭിച്ച ലുലു മാൾ കൈവരിച്ചതെന്നും ലുലു മാൾ ബിസിനസ് ഹെഡ് ഷിബു ഫിലിപ്പ് പറഞ്ഞു. MA യൂസഫലിയുടെ ജന്മനാടായ തൃപ്രയാറിൽ ആരംഭിക്കുന്ന വൈമാൾ ആയിരിക്കും ലുലു ഗ്രൂപ്പിന്റെ ഇന്ത്യയിലെ അടുത്ത റീറ്റെയിൽ പ്രോജക്റ്റ് എന്നും അദ്ദേഹം അറിയിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ലുലു ഹൈപ്പർ മാർക്കറ്റിലും ലുലു കണക്റ്റിലും ലുലു ഫാഷൻ സ്റ്റോറിലും ഷോപ്പ് ആൻഡ് വിൻ ഓഫറുകളോടെയുള്ള മെഗാ വിൽപ്പന മേളയും നടക്കുന്നുണ്ട്. 1000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ ഈ മാസം 31-ന് നറുക്കെടുത്ത് വിജയികളാകുന്ന 5 പേർക്ക് മാരുതി സുസുക്കി ഇഗ്നിസ് കാർ സമ്മാനമായി നൽകും. കേരളം തമിഴ്നാട് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ എക്സൈസിന്റെ പരിശോധന. ഇടുക്കി ജില്ലയിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് എത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. 2 സംസ്ഥാനങ്ങളിലെയും എക്സൈസ് വിഭാഗങ്ങൾ സംയുക്ത പരിശോധന നടത്തുന്നുണ്ട്. യുദ്ധവും ആഭ്യന്തര കലാപവും പ്രകൃതി ദുരന്തം ഖനനാനുമതിക്കായുള്ള അപേക്ഷകൾ വേഗത്തിലാക്കുവാൻ സർക്കാർ തീരുമാനം.
ജില്ലാ ജിയോളജിസ്റ്റുമാരുടെ സംസ്ഥാനതല യോഗത്തിൽ വ്യവസായ മന്ത്രി AC മൊയ്തീൻ ഇതിനായി നിർദ്ദേശം നൽകി. പാരിസ്ഥിതിക അനുമതിക്കായി നൽകിയിട്ടുള്ള അപേക്ഷകളിൽ ഇനിയും തീർപ്പാക്കുവാനുള്ള കേസുകളിൽ അടിയന്തര നടപടി കൈക്കൊള്ളും. ജില്ലാതല അതോറിറ്റിക്ക് ശുപാർശ ചെയ്യുന്ന കേസുകൾ അടിയന്തരമായി തീർപ്പാക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി. പാരിസ്ഥിതികാനുമതി നിർബന്ധമാക്കിയതോടെ നിരവധിയായ ചെറുകിട ക്വാറികൾ അടച്ചുപൂടേണ്ട സാഹചര്യം ഉണ്ടാകുകയും ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് ലഭ്യതക്കുറവ് ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ജില്ലാ ജിയോളജിസ്റ്റുമാരുടെ യോഗം ചേർന്നത്. ഖനനാനുമതിക്കായുള്ള അപേക്ഷകൾ വേഗത്തിലാക്കുവാനാണ് യോഗത്തിൽ വ്യവസായ മന്ത്രി AC മൊയ്തീൻ നിർദ്ദേശം നൽകിയത്. പാരിസ്ഥിതികാനുമതിക്കായി നൽകിയിട്ടുള്ള അപേക്ഷകളിൽ ഇനിയും തീർപ്പാക്കാനുള്ള കേസുകളിൽ അടിയന്തര നടപടി കൈക്കൊള്ളും. ജില്ലാതല അപ്രൈസൽ കമ്മിറ്റികൾ സ്ഥലപരിശോധന നടത്തി ജില്ലാതല അതോറിറ്റിക്ക് ശുപാർശ ചെയ്യുന്ന കേസുകൾ അടിയന്തരമായി തീർപ്പാക്കുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സാമ്പത്തിക വർഷം അവസാനിക്കാറായ സാഹചര്യത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകാത്ത നിലയിൽ ക്വാറി ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്നും മന്ത്രി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആഴ്ചയിലൊരിക്കൽ പ്രവർത്തന പുരോഗതി വിലയിരുത്തുവാനും യോഗം തീരുമാനിച്ചു. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഇളങ്കോവൻ, സെക്രട്ടറി സഞ്ജയ് M. കൌൾ, വകുപ്പ് മേധാവികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിനാവശ്യമായ LED ബൾബുകളുടെയും ട്യൂബുകളുടെയും ഉൽപാദനം നടത്തുന്ന ഫാക്ടറി കാസർഗോഡ് പ്രവർത്തനം ആരംഭിച്ചു. കേരള റൂറൽ എംപ്ലോയ്മെന്റ് ആൻഡ് വെൽഫെയർ സൊസൈറ്റി നേതൃത്വം നൽകുന്ന കേരള ഗ്രാമജ്യോതി ലൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റ് സീതാങ്കോളിയിലെ കിൻഫ്ര പാർക്കിൽ മന്ത്രി ഡോക്ടർ KT ജലീലാണ് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ സംയുക്ത വ്യവസായ സംരംഭമാണിത്. തെരുവുകളിൽ ഇനി പ്രകാശം ചൊരിയുക ഗ്രാമപഞ്ചായത്തുകളുടെ സ്വന്തം സംരംഭമായ ക്രൂസിന്റെ ഫാക്ടറിയിൽ നിന്നും പുറത്തിറങ്ങുന്ന കേരള ഗ്രാമജ്യോതി LED ബൾബുകളും ട്യൂബുകളും മറ്റു കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ് ഇതുവരെ ക്രൂസ് ഗ്രാമപഞ്ചായത്തുകൾക്ക് വിതരണം ചെയ്തു വന്നിരുന്നത്. സ്വന്തം തെരുവ് വിളക്ക് ഉൽപാദന യൂണിറ്റ് പ്രവർത്തനം തുടങ്ങിയതോടെ മറ്റ് കമ്പനികളുടെ വിതരണ ഏജൻസിയായി പ്രവർത്തിക്കേണ്ടതില്ല. കേരള റൂറൽ എംപ്ലോയ്മെന്റ് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയെ സ്വന്തം കാലിൽ നിൽക്കാവുന്ന മികച്ച ഉൽപാദക വിതരണ സ്ഥാപനമാക്കി മാറ്റുമെന്ന് കേരള ഗ്രാമജ്യോതി ലൈറ്റിംഗ് ഉൽപാദക യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ മന്ത്രി ഡോക്ടർ KT ജലീൽ പറഞ്ഞു. കമ്പനി തുടങ്ങുന്നതിനോടൊപ്പം തന്നെ ക്രൂസ് ചെയ്യേണ്ടത് ഓരോ ജില്ലയിലും ക്രൂസിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് സേവനം ഉറപ്പുവരുത്താൻ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതുകൂടി. അങ്ങനെ കേരളത്തിലെ ഏറ്റവും വിശ്വാസയോഗ്യമായ വിതരണം, നിർമ്മാണം, സർവീസ് ഇത് മൂന്നും ചെയ്യുന്ന ഒരു സംരംഭമായി ക്രൂസ് മാറണം. 4 കോടി രൂപ ചെലവഴിച്ച് കാസർഗോഡ് സീതാങ്കോളിയിലെ കിൻഫ്ര പാർക്കിലാണ് തെരുവ് വിളക്ക് നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങിയത്. ഉദ്ഘാടന ചടങ്ങിൽ ക്രൂസ് ചെയർമാൻ PV സുനിൽ അധ്യക്ഷനായിരുന്നു. MLA-മാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ്, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, പഞ്ചായത്ത് ഡയറക്ടർ P മേരിക്കുട്ടി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വാഹനാപകടത്തിൽ അറ്റുപോയ കാൽ അതേ രോഗിക്ക് തലയിണയാക്കി ആശുപത്രി ജീവനക്കാരുടെ ക്രൂരത. ഉത്തർപ്രദേശിലെ ഝാൻസി മെഡിക്കൽ കോളേജിലാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായത്. പ്രതിഷേധത്തെ തുടർന്ന് ഒരു സീനിയർ ഡോക്ടറെയും 3 ജീവനക്കാരെയും സസ്പെൻഡ് ചെയ്തു. യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായതിനു ശേഷം ഉത്തർപ്രദേശിലെ ആരോഗ്യമേഖലയിൽ വൻ പുരോഗതിയാണെന്നാണ് BJP നേതാക്കൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? UPയിലെ ഝാൻസി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എന്താണ് വ്യക്തമാക്കുന്നത്? വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിലെത്തിച്ചപ്പോൾ ഡോക്ടർമാർ യുവാവിന്റെ അറ്റുപോയ കാൽ തലയ്ക്ക് താങ്ങായി വയ്ക്കുകയായിരുന്നു. പരിക്കേറ്റ യുവാവ് ബോധത്തോടെ ആശുപത്രിയിലെ സ്ട്രെച്ചറിൽ കിടക്കുമ്പോഴായിരുന്നു മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ബോധമില്ലാത്ത നടപടി. തലയിണ തപ്പിയിട്ട് ലഭിക്കാത്തതുകൊണ്ടാണ് കാൽ അതിനായി ഉപയോഗിച്ചതെന്നാണ് ജീവനക്കാരുടെ വിശദീകരണം. പരിക്കേറ്റ യുവാവിന്റെ പേരുവിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. ദേശീയ മാധ്യമങ്ങൾ സംഭവ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെ വിഷയം അന്വേഷിക്കുന്നതിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ചതായി ഝാൻസി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സാധന കൌശിക് പറഞ്ഞു. ഗോരഖ്പൂരിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ പിഞ്ചുകുഞ്ഞുങ്ങൾ ഓക്സിജൻ ലഭിക്കാതെ മരിച്ച സംഭവത്തിനു പിന്നാലെയാണ് അതേ സംസ്ഥാനത്ത് അപകടത്തിൽപ്പെട്ടയാളുടെ കാൽ തലയിണയാക്കിയ സംഭവം രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. ഗോരഖ്പൂർ, ഫുൽപൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ UPയുടെ യഥാർത്ഥ ചിത്രം പുറത്തുവരുമ്പോൾ ഇത് BJPക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. കൈരളി TV കുട്ടിപ്പട്ടുറുമാൾ റിയാലിറ്റി ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ മത്സരങ്ങൾ തൃശൂരിൽ നടന്നു. ചാവക്കാട് നടന്ന പരിപാടിയിൽ 2 റൗണ്ട് മത്സരങ്ങളിലായി 7 കുട്ടിഗായകരാണ് മാറ്റുരച്ചത്. ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡ് മാർച്ച് 16-ന് വൈകിട്ട് 7 മണിക്ക് കൈരളി TVയിൽ സംപ്രേഷണം ചെയ്യും. अहदिल वली सिराजा अरबी बिलाली तेरे
ചാവക്കാടിന്റെ സന്ധ്യയ്ക്ക് ഇശൽ മഴയുടെ ഈണം പകർന്നാണ് കുട്ടിപ്പട്ടുറുമാൽ റിയാലിറ്റി ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ മത്സരം നടന്നത്. അവസാന ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 7 മത്സരാർത്ഥികളാണ് വാശിയേറിയ പ്രകടനം കാഴ്ചവെച്ചത്. 7 പേരിൽ 6 പെൺകുട്ടികളായിരുന്നു. ഗായകരായ നജീം അർഷാദ്, സജില സലീം, ജിഷ നവീൻ എന്നിവരാണ് വിധികർത്താക്കളായത്. ചാവക്കാട് രാജാ ഹാളിൽ നടന്ന ഫിനാലെ മത്സരം ആസ്വദിക്കാൻ നൂറുകണക്കിന് സംഗീതപ്രേമികളാണ് ഒത്തുചേർന്നത്. മാർച്ച് 16 വൈകിട്ട് 7 മണിക്ക് ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡ് കൈരളി ടിവിയിൽ സംപ്രേഷണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തൃശൂർ.